ഹലോ ഫ്രണ്ട്സ്. ഇന്നത്തെ എപ്പിസോഡിൽ സരോജത്തിന്റെയും വിക്ടറുടെയും അരികിലേക്ക് എത്തിയ ഹരീഷിനോട് സരോജം ചോദിച്ചു, എന്തായി ഹരീഷ് സാറേ, എന്തായി പോയിട്ട് എന്ന് അന്വേഷിച്ചതും ഹരീഷ് പറഞ്ഞു, ഓ അതൊന്നും നടപ്പിലാക്കാൻ പോകുന്നില്ല മെമ്പറെ. അത് കേട്ടതും, അതെന്താ അങ്ങനെ പറയാൻ കാരണം സാറേ, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോ വിക്ടർ ഉടനെ തന്നെ അരികിലേക്ക് എത്തി പറഞ്ഞു, അത് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. ഇതൊക്കെ വെറുതെ നമ്മളെ എല്ലാവരെയും വെറുതെ പറ്റിക്കാനായിട്ട്, നമ്മുടെ സമയം കളയാനായിട്ട് നടത്തിയ ഒരു നീക്കം മാത്രമല്ലേ, അല്ലാതെ ഇതൊന്നും നടപ്പിലാകുന്ന കാര്യമല്ല എന്ന് എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു എന്നൊക്കെ വിക്ടർ അറിയിച്ചു. അത് കേട്ടതും സരോജം പറഞ്ഞു, ദേ വിക്ടർ, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞു മര്യാദയ്ക്ക് മിണ്ടാതിരിക്കാം, ഇനി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോ വിക്ടർ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയുമ്പോ അങ്ങനെയാണല്ലോ അല്ലെ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടു. അപ്പോഴാണ് സരോജം മെമ്പർ ഹരീഷിനോട് കാര്യം അന്വേഷിച്ചത്. ഉടനെ തന്നെ ഹരീഷ് പറഞ്ഞു, മെമ്പറെ, ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോ ഡെപ്യൂട്ടി കളക്ടറെ ഇതിന്റെ ചെയർമാനായി കളക്ടർ മേഡം അപ്പോൾ തന്നെ നിയമിച്ചതും ഒക്കെ എന്താ കാര്യമെന്ന് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. സർക്കാരിന്റെ ഓരോ കാര്യങ്ങൾ നടപ്പിലാകുമ്പോഴും അവർക്ക് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടേതായ ചില കിമ്പളം അവർ ആഗ്രഹിക്കാറുണ്ടല്ലോ. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഡെപ്യൂട്ടി കളക്ടർക്ക് നമ്മൾ 50,000 രൂപ കൊടുക്കണം, അതാണ് അയാളുടെ ആവശ്യം. അങ്ങനെയാണെങ്കിൽ കൈക്കൂലി അയാൾക്ക് നൽകുകയാണെങ്കിൽ അയാൾ ഈ ഫയൽ ഒപ്പിട്ട് തരാമെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഈ പ്രോജക്റ്റ് അയാൾ സൈൻ ചെയ്യില്ല എന്ന്. ഇത്രയും പണം നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ടെങ്കിൽ അയാൾ ഇത് ചെയ്തു തരുമെന്ന് അത്രയാണ് അയാൾ ഇപ്പോൾ പറഞ്ഞതെന്ന് അറിയിച്ചു. അത് കേട്ട് ഹരീഷ് അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് കേട്ട് ഉടൻ തന്നെ സരോജത്തോട് വിക്ടർ പറഞ്ഞു, ആഹാ, അങ്ങനെയാണെങ്കിലേ അവന് പണം ഇപ്പൊ തന്നെ ഞാൻ കൊടുക്കാം. അതിനു വേണ്ട കാര്യമൊക്കെ എന്താന്ന് എനിക്കറിയാം, അവന് ഞാൻ കൊടുക്കുന്നുണ്ട്. വെറുതെ ഇതുപോലെയുള്ള വേഷം കെട്ടുമായിട്ട് നമ്മുടെ ദിവസം കളഞ്ഞത് എന്തിനാണെന്ന് എനിക്കറിയണം. നമ്മളെ പോലുള്ള പാവങ്ങൾക്ക് നിയമത്തിന്റെ പിന്തുണ നൽകുമെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം നിയമത്തിന്റെ പിന്തുണയ്ക്കായി ഇവിടെ വന്ന് നിൽക്കുമ്പോ ഇതുപോലെയുള്ളവന്മാര് നമ്മുടെ കയ്യിൽ നിന്ന് കൈയിട്ട് വാരാൻ ശ്രമിക്കുകയല്ലേ. നമ്മുടെ പിസച്ചെടിയിൽ നിന്ന് കൈയിട്ട് വാരാൻ നോക്കുന്ന ഇവനെ പോലെയുള്ളവരെ ഒന്നും വെറുതെ വിടാൻ പാടില്ല. അവൻ എന്താ വേണ്ടതെന്ന് ഞാൻ തന്നെ അവന് കൊടുക്കുക. ഇപ്പൊ തന്നെ അവനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടേ വരുള്ളൂ. അവനെയൊക്കെ ഇവിടുന്ന് വലിച്ചിഴച്ച് അവനൊക്കെ കൊടുക്കേണ്ടത് കൊടുത്തേ തീരൂ എന്ന് പറഞ്ഞ് വിക്ടർ വേഗം അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോ സരോജൻ പറഞ്ഞു, എടാ വിക്ടർ, നിന്നോടാ പറഞ്ഞത് ഇവിടെ മര്യാദയ്ക്ക് നിൽക്കാൻ. നീ ഇങ്ങനെ രോഷം കൊണ്ട് ചാടേണ്ട കാര്യമൊന്നുമില്ല. അതെ, അവർക്ക് സമ്മാനം കൊടുക്കാനായിട്ട് കടപ്പുറത്തെ ആളുകൾക്ക് മാത്രമല്ല, ചൈന കോളനിയിലെ പെണ്ണുങ്ങൾക്കും കരുത്തുണ്ട്. എന്തായാലും ഇതെങ്ങനെയാ വേണ്ടതെന്ന് എനിക്കറിയാം എന്ന് സരോജം അറിയിച്ചു. അത് കേട്ടതും ഹരീഷും വിക്ടറും എന്താണ് സരോജത്തിന്റെ തീരുമാനമെന്നറിയാൻ അങ്ങനെ കാത്തു വെക്കുമ്പോ ശാലിനി സത്യമായിട്ട് കാറിൽ പോയിക്കൊണ്ടിരുന്നു. അതിനിടയിൽ സത്യമോള് മയക്കത്തിലേക്ക് വഴുതി വീണതുകൊണ്ട് ശാലിനിക്കാകെ സംശയമായി. ഇത്രയും നേരം മോൾ എന്തായിരിക്കും ഉറങ്ങുന്നത്? ഇന്നേ വരെ ഇങ്ങനെയൊന്നും ഉറങ്ങിയിട്ടുള്ള ആളല്ലല്ലോ എന്നാലോചിച്ച് സംശയത്തോടെ ശാലിനി മോളെ നോക്കുമ്പോ മോളുടെ കഴുത്തിൽ കിടന്ന ആ മാല കണ്ടു. ഉടനെ തന്നെ ശാലിനി ആ മാലയിൽ ഒന്ന് ശാലിനി തന്റെ കയ്യിൽ ആ മാല എടുത്തു നോക്കി. വിഷ്ണുവേട്ടൻ തന്റെ കുഞ്ഞിന് കഴുത്തിൽ സ്നേഹത്തോടെ ഇട്ടുകൊടുത്ത ഇന്നത്തെ പിറന്നാൾ സമ്മാനം അത് മുറുകെ പിടിച്ചുകൊണ്ട് ശാലിനി വിഷ്ണുവിന്റെ സ്നേഹം തൊട്ടറിഞ്ഞ സന്തോഷത്തിൽ അങ്ങനെ കയ്യിൽ അങ്ങനെ ചേർത്ത് പിടിച്ച് ശാലിനി അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് വിഷ്ണു ശാലിനിയുടെ കാറിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് വേഗം അവിടേക്ക് വന്നെത്തിയത്. ശാലിനി മോളുടെ കഴുത്തില് ആ മാല അങ്ങനെ ചേർത്തിട്ടിട്ട്, പൊന്നുമോൾ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് ശാലിനി അങ്ങനെ മോളുടെ മുടിയും തലോടിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോ വിഷ്ണു ശാലിനിയുടെ കാറിനെ കൃത്യമായി തന്നെ ഓവർടേക്ക് ചെയ്ത് തന്റെ ബുള്ളറ്റ് കൊണ്ടുവന്ന് കാറിന് മുന്നിലായി നിർത്തി. വേഗം തന്നെ വിഷ്ണു തന്റെ മുന്നിലേക്ക് വരുന്നത് കണ്ട് രാമേട്ടൻ വണ്ടി നിർത്തിയതും സഡൻ ബ്രേക്ക് ചവിട്ടിയതൊക്കെ ആഘാതത്തിൽ ശാലിനി പെട്ടെന്ന് മുന്നിൽ ആരാ അങ്ങനെ വന്ന് നിന്നതെന്നറിയാനായി നോക്കി. അപ്പോഴാണ് തന്റെ മുന്നിലായി വിഷ്ണുവേട്ടൻ വന്ന് നിൽക്കുന്നതെന്ന് കണ്ടതോടെ ശാലിനിക്കാകെ ഞെട്ടലും സംശയമായത്. വേഗം വിഷ്ണു വണ്ടി നിർത്തി കാറിനരികിലേക്ക് എത്തി ഡോറ് തുറന്ന് ശാലിനിയോട് ഇറങ്ങി വരാനായി പറഞ്ഞു. ശാലിനി വിഷ്ണുവിനെ നോക്കിയിട്ട് എന്താന്നുള്ള രീതിയിൽ അങ്ങനെ നോക്കുമ്പോ ശാലിനിയുടെ മടിയിൽ കിടക്കുന്ന സത്യമോളെ പതുക്കെ ശാലിനി സീറ്റിലേക്ക് കിടത്തി. അതിനുശേഷം ശാലിനി വേഗം പുറത്തേക്ക് ഇറങ്ങുമ്പോ വിഷ്ണു ശാലിനിയെ ബലമായി പിടിച്ചങ്ങ് മാറ്റി ഡോർ അടച്ചു. എന്താ കാര്യം എന്നറിയാതെ ആകെ ഞെട്ടലോടെ ശാലിനി അങ്ങനെ നോക്കുമ്പോ വിഷ്ണുവേട്ടാ എന്ന് ശാലിനി വിളിക്കുന്നത് കേട്ട് വിഷ്ണു ശാലിനിയെ പിടിച്ചു വലിച്ചുകൊണ്ട് അവിടുന്ന് മാറ്റി നിർത്തി. ശാലിനി, എനിക്ക് ചില കാര്യങ്ങൾക്ക് മറുപടി വേണം എന്ന് ശാലിനിയോട് വിഷ്ണു അറിയിച്ചു. ശാലിനി ചോദിച്ചു, എന്താ വിഷ്ണുവേട്ടാ എന്ന് ചോദിച്ചപ്പോ ശാലിനിയോട് വിഷ്ണു പറഞ്ഞു, കളക്ടറെയോ IAS കാരി ശാലിനിയെ അല്ല ഞാൻ കാണാൻ വന്നത്.
ഞാൻ എന്റെ ഭാര്യ ശാലിനിയെ കാണാൻ വന്നത്, ശാരദാമ്മയുടെ മകൾ ശാലിനിയെ എന്ന് ശാലിനിയോട് വിഷ്ണു പറയുമ്പോൾ ഇത് കേട്ട ശാലിനി ചോദിച്ചു, വിഷ്ണുവേട്ട, ഞാൻ ഇന്നേ വരെ വിഷ്ണുവേട്ടന്റെ മുന്നിൽ ഒരു കളക്ടറായി എന്ന് ചോദിച്ചതും നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ച് ശാലിനി സംസാരിക്കാൻ തുടങ്ങിയതും വിഷ്ണു ശാലിനിയെ തടഞ്ഞു. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. 6 വർഷങ്ങൾക്ക് മുമ്പ് നമ്മള് എങ്ങനെയാണ് സംസാരിച്ചതെന്ന് നിനക്ക് അറിയുമില്ലേ എന്ന് ചോദിച്ചപ്പോ ശാലിനിയോട് വിഷ്ണു സംസാരിക്കുന്നത് കേട്ട് ശാലിനി പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യുന്ന വിഷ്ണുവേട്ടൻ പറയുന്നത് എന്ന് ശാലിനി വിഷ്ണുവിന് നേരെ ശബ്ദമുയർത്താൻ തുടങ്ങുമ്പോൾ വിഷ്ണു പറഞ്ഞു, ഇന്നേ വരെ ഞാൻ നിന്നോട് കളക്ടർ എന്നുള്ള ആ പദവിയിൽ ഇന്നേ വരെ സംസാരിക്കാനോ ആ കളക്ടർ എന്നുള്ള പദവി ഉള്ളതിന്റെ സ്നേഹത്തോടെയൊന്നും ഞാൻ നിന്നോട് പെരുമാറുകയോ ചെയ്തിട്ടില്ല. ഞാൻ ശാലിനി എന്ന എന്റെ ഭാര്യയാണ് സ്നേഹിച്ചതെന്ന് വിഷ്ണു പറയുമ്പോൾ ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടന്റെ മുന്നിൽ ഞാൻ കളക്ടറായി നിന്നിട്ടുണ്ടോ എന്ന ചോദ്യവുമായി ശാലിനി അരികിലേക്ക് എത്തിയതും വിഷ്ണു പറഞ്ഞു, വേണ്ട, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ വന്നത്. ശാലിനി, തനിക്ക് ഓർമ്മയുണ്ടോ 6 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ചത്? അന്ന് എന്താണ് സംസാരിച്ചതെന്നും അന്നത്തെ സംസാരത്തെക്കുറിച്ചും തനിക്ക് ഓർമ്മയുണ്ടോ എന്ന് ശാലിനിയോട് വിഷ്ണു ചോദിച്ചു. അന്ന് ശാലിനി അവസാനമായി വിഷ്ണുവിനെ കണ്ട ആ ദിവസം ശാരദാമ്മയുടെ ഹോട്ടലിൽ വെച്ച്, കുടുംബശ്രീ ഹോട്ടലിന് അരികിൽ നിന്ന് അന്ന് രണ്ടുപേരും ആ ഹോട്ടലിന്റെ ആ മറയ്ക്ക് പിന്നിൽ അപ്പുറത്തും ഇപ്പുറത്തുമായി നിന്ന് ശാലിനി സംസാരിച്ച നിമിഷങ്ങൾ ശാലിനിയുടെ മനസ്സിലേക്ക് കടന്നു വന്നു. വിഷ്ണു പറഞ്ഞു, അന്നാണ് നമ്മൾ മനസ്സ് തുറന്ന് പരസ്പരം സംസാരിച്ചത്. അതിനുശേഷം ഇന്നേ വരെ താൻ എന്നോട് സംസാരിക്കുകയോ എന്തെങ്കിലും പറയുകയോ ചെയ്തിട്ടില്ല. എങ്കിലും അന്നും ഭാര്യ ഭർത്താക്കന്മാർക്കെന്ന നമ്മൾക്കിടയിൽ എന്തോ ഒരു മറവ് താൻ ഉണ്ടാക്കിയിരുന്നു. അതൊരിക്കലും പാടില്ലാത്ത ഒരു മറവ് തന്നെയായിരുന്നു താനും. എന്നാൽ അതെന്താണെന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. ഈ 6 വർഷക്കാലം തന്നെ കാണാതെ ഞാൻ ഇവിടെ വേദനയോടെ കഴിഞ്ഞുകൂടി. എങ്കിലും 6 വർഷങ്ങൾക്ക് ശേഷം താൻ എൻ്റെ അരികിലേക്ക് വന്നപ്പോ താൻ തിരിച്ചെത്തിയിട്ട് അത് എന്നിൽ നിന്ന് മറച്ചു വെച്ച് എന്നെ കാണാതെ താൻ ഒളിച്ചു നടന്നു. അപ്പോഴും കാല് വെന്ത പട്ടിയെ പോലെ ഓടി നടന്ന് എന്റെ ആ പാച്ചിൽ കണ്ട് ആസ്വദിക്കുകയാണ് താൻ ചെയ്തത്. അത് മനസ്സിലാക്കിയിട്ടും കണ്ടില്ല എന്ന് താൻ നടിച്ചു. അതൊക്കെ പോയിക്കോട്ടെ, പക്ഷേ എന്നിട്ട് ഞാൻ പരാതിയോ പരിഭവമായിട്ടോ ഒന്നും തന്നെ വന്നില്ല. എനിക്കതിൽ യാതൊരു പരാതിയുമില്ല. പക്ഷെ ഇപ്പോഴും എന്റെ മനസ്സിൽ എന്നോടൊരു ചോദ്യം എല്ലായ്പ്പോഴും ചോദിക്കാറുണ്ട്. അത് വേറൊന്നുമല്ല, പലപ്പോഴും തന്റെ പിന്നാലെ നടന്ന് വെറുതെ തന്നെ അന്വേഷിക്കുന്ന നടന്ന് അമ്മയുടെയും മറ്റുള്ളവരുടെയും എല്ലാം കുത്തുവാക്കുകൾ കേട്ട് തന്നെ മാത്രം ചിന്തിച്ച് ഇങ്ങനെ നടന്നത് എല്ലാം തന്റെ പിന്നാലെ ആയിരുന്നു എന്നത് തനിക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ശരിയാണ്, ഞാൻ തന്നെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ഞാൻ ചെയ്തു, അത് സത്യം തന്നെയാണ്. പക്ഷെ ശാലിനി, എനിക്ക് ഇപ്പോ ജീവിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നതും എന്റെ ജീവൻ നിലനിർത്തിയതും തനിക്കും എനിക്കുമിടയിൽ, നമുക്ക് 2 പേർക്കുമിടയിൽ പരസ്പര വിശ്വാസവും നമ്മൾ പോലും അറിയാതെയുള്ള നമുക്ക് അദൃശ്യമായിട്ടുള്ള ഒരു ആത്മബന്ധം നമുക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നതും ജീവിച്ചു പോകുന്നതും. അത് തന്നോട് പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതായിരുന്നു അതിന്റെ സത്യം. ഇപ്പോഴും ആ സത്യത്തിൽ വിശ്വസിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. എങ്കിലും കണ്ണാടിക്ക് മുന്നിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ പലപ്പോഴും എന്റെ നെഞ്ചു തുളയ്ക്കുന്ന ഒരു വേദന എന്റെ മനസ്സിലേക്ക് വരാറുണ്ട്. എന്നെ ചോദ്യം ചെയ്യാറുണ്ട്. ഒരു പരിഹാസത്തോടെയുള്ള ഒരു ചോദ്യം എന്റെ ആത്മാവിനോട് ചോദിക്കും എന്ന് ശാലിനിയോട് വിഷ്ണു പറയുന്നു. അതെന്താണെന്നുള്ള രീതിയിൽ ശാലിനി വിഷ്ണുവിനെ നോക്കുമ്പോൾ വിഷ്ണു അരികിലേക്ക് എത്തി പറഞ്ഞു, സത്യയുടെ രഹസ്യം അതെനിക്കറിയണം. സത്യയുമായി സംബന്ധിച്ച് ആ രഹസ്യം എന്താണെന്ന് ശാലിനി എന്നോട് പറയണം, എനിക്കറിയണം എന്ന് പറഞ്ഞ് ശാലിനിയുടെ അരികിലേക്ക് വിഷ്ണു എത്തുമ്പോൾ ശാലിനി മുഖം തിരിച്ചു നിന്നു. അപ്പോഴേക്കും വിഷ്ണു ശാലിനിയെ തനിക്ക് അഭിമുഖമായി നിർത്തിയിട്ട് ശാലിനിയോട് ചോദിച്ചു, എടോ, എനിക്കറിയാം തനിക്ക് ചിന്തയിൽ പോലും തന്റെ ഒരു ഓർമ്മയിലോ സ്വപ്നത്തിലോ പോലും എന്നെ വഞ്ചിക്കാൻ തനിക്കാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ വിശ്വാസത്തിൽ തന്നെ ഇനി ഇതിനുള്ള മറുപടി താൻ എനിക്ക് തന്നില്ലെങ്കിൽ പോലും ഞാൻ എന്റെ ജീവിതം മുഴുവൻ ജീവിച്ചു തീർത്തോളാം. പക്ഷേ എനിക്ക് ഒരു ഉത്തരം കിട്ടിയേ തീരൂ. അത് എന്റെ അമ്മയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, അമ്മയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിന് വേണ്ടി എനിക്കൊരു മറുപടി വേണം. വ്യക്തമായ ഒരു മറുപടി തന്നെ വേണം. പറയൂ മോളെ, ആരാണ് സത്യയെ സംബന്ധിച്ച ആ രഹസ്യം എന്താണ്? എനിക്കറിയണം, എന്നോട് പറ എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടാ, ഞാൻ പറഞ്ഞതല്ലേ, അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞതല്ലേ എന്ന് വിഷ്ണുവിനോട് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു, എന്ത് പറഞ്ഞു എന്ന്? എന്താ ഒരേ ചോരയാണെന്നോ അതോ സത്യാമ്മയുടെ വീട്ടിലെ കുട്ടിയാണെന്നോ? അതൊന്നും അല്ല എനിക്ക് വേണ്ട മറുപടി. എനിക്ക് വ്യക്തമായിട്ടുള്ള മറുപടി വേണം. വ്യക്തമായിട്ടുള്ള ഉത്തരം എനിക്ക് കിട്ടിയേ തീരൂ.
പറ മോളെ, എന്നോട് പറ നീ. ശാലിനി പറ, നിന്റെ വിഷ്ണുവേട്ടനല്ലേ ഈ ചോദിക്കുന്നത് എന്ന് ചോദിച്ച് ശാലിനിയുടെ അരികിലേക്ക് വിഷ്ണു എത്തി. വിഷ്ണുവിന് ശാലിനിയോട് ചോദിച്ചു, എന്താ മോളെ നീ പറയ്, എന്താ എന്താ സത്യയെ സംബന്ധിച്ച രഹസ്യം എന്ന് ചോദിക്കുമ്പോ ശാലിനി ചോദിച്ചു, ഞാൻ പറഞ്ഞാൽ വിഷ്ണുവേട്ടൻ കാർത്തികയെ ഉപേക്ഷിക്കുവോ എന്ന് ശാലിനി ചോദിക്കുമ്പോ ഉടനെ വിഷ്ണു പറഞ്ഞു, ശാലിനി, കാർത്തിക ചിത്രത്തിൽ വരുന്നതിന് മുൻപുള്ള കാര്യമാ, അതിനെക്കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്, പറയൂ, അതിന്റെ ഉത്തരവാ എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയോട് വീണ്ടും കേണപേക്ഷിച്ചു. പറ, എനിക്കറിയണം, എനിക്ക് അറിഞ്ഞേ തീരൂ, അതിന്റെ സത്യാവസ്ഥ എനിക്കറിയണം. ഇപ്പൊ തന്നെ എല്ലാത്തിനും ഒരു പരിഹാരം നമുക്കുണ്ടാക്കാം, എല്ലാത്തിനും ഒരു തീരുമാനമാക്കാം. എനിക്കറിയണം, എന്നോട് പറ, എന്താ എന്താ സത്യയെ സംബന്ധിച്ച രഹസ്യം, എനിക്ക് അറിഞ്ഞേ തീരൂ എന്ന് പറയുമ്പോ ശാലിനിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിഷ്ണു സത്യം പറയാനായി ശാലിനിയോട് ആവശ്യപ്പെട്ടു. ശാലിനി അതിന് മറുപടി നൽകാനാകാതെ ശാലിനി പതുക്കെ വിഷ്ണുവിന്റെ കൈ മാറ്റിയിട്ട് വിഷ്ണുവിനോട് കൈ കൂപ്പിക്കൊണ്ട് ശാലിനി പറഞ്ഞു, എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും പറയാനാവില്ല വിഷ്ണുവേട്ടാ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്, ദേവിയത് എന്നെ വിശ്വസിക്കണം. ഞാൻ ഒരിക്കലും ഒരു ചിന്തയിൽ പോലും വിഷ്ണുവേട്ടനെ ഞാൻ ചതിച്ചിട്ടില്ല എന്ന് ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞുകൊണ്ട് കൈകൂപ്പി നിൽക്കുമ്പോൾ താൻ ഇത്രത്തോളം ആവശ്യപ്പെട്ടിട്ടും ശാലിനി സത്യയെ സംബന്ധിച്ച ആ രഹസ്യം പറയാൻ തയ്യാറല്ലെന്നറിഞ്ഞതോടെ വിഷ്ണു ആകെ നിരാശയിലാകുന്നു. നിരാശനായ വിഷ്ണു പതുക്കെ ശാലിനിയുടെ അരികിൽ നിന്ന് പിന്നിലേക്ക് മാറുമ്പോൾ ശാലിനി വിഷ്ണുവിന്റെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു, വിഷ്ണുവേട്ടാ, സത്യമാണ്, വിഷ്ണുവേട്ടനെ ഒരിക്കലും ഞാൻ വഞ്ചിച്ചിട്ടില്ല. ഒരു ഓർമ്മയിൽ പോലുമോ ഒരു ചിന്തയിൽ പോലുമോ എനിക്ക് എന്റെ വിഷ്ണുവേട്ടനെ വഞ്ചിക്കാനാവില്ല, ഞാൻ വഞ്ചിച്ചിട്ടില്ല, എന്നെ വിശ്വസിക്കണം വിഷ്ണുവേട്ട എന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണുവിന്റെ കയ്യിൽ പിടിച്ച് പൊട്ടിക്കരയുന്നു. അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ശാലിനിയെ നോക്കി വിഷ്ണു പറഞ്ഞു, കൈവിട്. കലിയോടെ ശാലിനിയോട് തന്റെ കൈവിടാനായി വിഷ്ണു പറഞ്ഞിട്ടും ശാലിനി അത് ചെയ്യാതാകുമ്പോ ശാലിനിയുടെ കൈ തട്ടി മാറ്റി, വിടാനല്ലേടി പറഞ്ഞത് എന്ന് ചോദിച്ച് വിഷ്ണു കൈ തട്ടി മാറ്റി വേഗം തന്റെ ബൈക്കിനരികിലേക്ക് പോന്നു. വിഷ്ണുവേട്ട എന്ന് വിളിച്ച് ശാലിനി വിഷ്ണുവിനെ പിടിച്ചു നിർത്താൻ നോക്കുമ്പോൾ വിഷ്ണു അത് കേൾക്കാത്ത ഭാവത്തിൽ കൈ തട്ടി മാറ്റി വേഗം തന്റെ ബുള്ളറ്റിലേക്ക് വന്ന് കയറി. ബുള്ളറ്റ് വല്ലാതെ റേസ് ചെയ്ത് അങ്ങനെ വളരെ ദേഷ്യത്തോടെ വണ്ടി റേസ് ചെയ്ത് അങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ശാലിനി വിഷ്ണുവിനെ പിടിച്ചു നിർത്താൻ നോക്കി. വിഷ്ണുവേട്ട എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ പിടിച്ചതും വിഷ്ണു ശാലിനിയെ നോക്കാതെ വേഗം വണ്ടിയുമായി നേരെ അവിടെ കണ്ട ഒരു പാറയിലേക്ക് ചെന്ന് വണ്ടിയുടെ ടയർ കയറിയതും പെട്ടെന്ന് സ്ലിപ്പായി വിഷ്ണു വണ്ടിയുമായി മറിഞ്ഞു വീഴുന്നു. വിഷ്ണുവിന്റെ വലത് കാലിന് മുകളിലേക്ക് വണ്ടി വന്ന് വീഴുകയും വിഷ്ണുവിന്റെ കാല് ആ വണ്ടിക്ക് അടിയിലായി വിഷ്ണുവിന് എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കുന്നത് കണ്ടതോടെ ശാലിനി വിഷ്ണുവിന് അരികിലേക്കായി ഓടുന്നു. വിഷ്ണുവേട്ട എന്ന് വിളിച്ചുകൊണ്ട് ശാലിനി അരികിലേക്ക് ഓടി വരുമ്പോൾ അവിടേക്ക് രാമേട്ടനും വേഗം കാറിൽ നിന്നിറങ്ങി ഓടിയെത്തി. ശാലിനി വന്ന് വിഷ്ണുവിനെ പിടിച്ചെഴുന്നേൽപ്പിക്കാനായി വിഷ്ണുവിനെ തൊട്ടതും വിഷ്ണു വിടറി എന്ന് പറഞ്ഞ് ശാലിനിയെ തട്ടിമാറ്റി. അപ്പോഴേക്കും വീണ്ടും വിഷ്ണുവേട്ടായി എന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണുവിന് അരികിലേക്ക് എത്തിയതും വിഷ്ണു തുടരുന്നല്ലേ നിന്നോട് പറഞ്ഞത് എന്ന് ചോദിച്ച് ശാലിനിയെ തട്ടിമാറ്റുന്നു. അപ്പോഴേക്കും രാമേട്ടൻ വേഗം വന്ന് ആ ബുള്ളറ്റ് വിഷ്ണുവിന്റെ കാലിന് മുകളിൽ നിന്ന് ബുള്ളറ്റ് എടുത്ത് മാറ്റി. അപ്പോഴേക്കും വിഷ്ണുവിന്റെ അരികിലേക്ക് വീണ്ടും ശാലിനി വന്ന് വിഷ്ണുവേട്ട എന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണുവിനെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും വിഷ്ണു ശാലിനിയെ കൈ തട്ടി മാറ്റുന്നു. മാറി നിൽക്കങ്ങോട്ട്, നിന്നോടല്ലേ തുടരുതെന്ന് പറഞ്ഞത് എന്ന് ദേഷ്യത്തോടെ വിഷ്ണു വേഗം ബൈക്കിലേക്ക് വന്ന് കയറി. അത് കണ്ട ഉടനെ രാമേട്ടൻ പറഞ്ഞു, മോനെ, ഇപ്പോ ഈ അവസ്ഥയിൽ ബൈക്കിൽ പോകണ്ട മോനെ, ഞങ്ങള് കാറിലാക്കാം. അത് കേട്ടിട്ടും വിഷ്ണു പറഞ്ഞു, വേണ്ട, ഞാൻ പൊക്കോളാം എന്ന് പറയുമ്പോൾ വിഷ്ണുവിനോട് വീണ്ടും രാമേട്ടൻ ചോദിച്ചു, മോനെ, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോയാലോ എന്ന് ചോദിച്ചതും ഉടനെ വിഷ്ണു പറഞ്ഞു, മനസ്സിന് അസുഖം എന്റെ മനസ്സിനാണ്, വേദന എന്റെ മനസ്സിനാണ്, ആ വേദന മാറ്റാനോ ഒരു ഹോസ്പിറ്റലിനോ ഒരു ഡോക്ടർക്കോ കഴിയുകയുമില്ല എന്ന് പറയുമ്പോൾ ശാലിനി അരികിലേക്ക് എത്തി, വിഷ്ണുവേട്ട, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ മിണ്ടി പോകരുത് എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയോട് ദേഷ്യപ്പെടുന്നു. എന്നിട്ട് ആ വയ്യാത്ത കാലുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വേഗം വണ്ടിയുമായി വിഷ്ണു അവിടെ നിന്ന് പോകുന്നത് കണ്ട് ശാലിനി വേദനയോടെ നോക്കി. ഉടനെ തന്നെ രാമേട്ടനെ നോക്കി ശാലിനി പറഞ്ഞു, രാമേട്ട, നമുക്ക് വേഗം തന്നെ വിഷ്ണുവിന്റെ പിന്നാലെ പോകാം, എങ്ങനെയെങ്കിലും വിഷ്ണുവേട്ടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ശാലിനി വേഗം കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും രാമേട്ടൻ പറഞ്ഞു, മോളെ, ഇപ്പോ വിഷ്ണുവിന്റെ പിന്നാലെ പോകാതിരിക്കുന്നതാണ് നല്ലത്. വിഷ്ണുമോൻ വല്ലാത്ത ദേഷ്യത്തിലാണിപ്പോ. വിഷ്ണുമോന് മോളോട് എത്രത്തോളം സ്നേഹമുണ്ടോ അതിന്റെ ഇരട്ടിയാണ് ഇപ്പോ ആ മനസ്സിലുള്ള ദേഷ്യം. അതും മോളോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാ എന്ന് രാമേട്ടൻ അറിയിച്ചു. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ പിന്നാലെ ചെന്ന് മോനെ ഹോസ്പിറ്റലാക്കാൻ നോക്കിയാൽ മോൻ ദേഷ്യം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. പിന്നീട് അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും വല്ലാത്ത വിഷമത്തിന് ഇടയാക്കുകയും ചെയ്യും. അതുകൊണ്ട് തൽക്കാലം വിഷ്ണു കുഞ്ഞിന്റെ പിന്നാലെ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ശാലിനിയോട് രാമേട്ടൻ അറിയിച്ചു.
മോളെ നമുക്ക് ഇപ്പൊ തിരിച്ചു പോകാം എന്ന് പറയുമ്പോ ശാലിനി ആകെ വേദനയോടെ കാറിലേക്ക് തിരികെ വന്ന് കയറി. സത്യമോളെ വീണ്ടും മടിയിൽ കിടത്തിക്കൊണ്ട് ശാലിനി രാമേട്ടനോട് പറഞ്ഞു, രാമേട്ടാ നമുക്ക് മോളെ വീട്ടിലാക്കിയിട്ട് നേരെ ഓഫീസിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ശാലിനി കരഞ്ഞു കലങ്ങിയ കണ്ണുമായി കാറിൽ തന്നെ ഇരിക്കുമ്പോഴും വിഷ്ണു തന്റെ മുന്നിലേക്ക് വന്ന ആ നിമിഷങ്ങളെ കുറിച്ച് ആലോചിച്ചു. വിഷ്ണുവേട്ടൻ ബൈക്കുമായി നേരെ തന്റെ കാറിന് മുന്നിലേക്ക് എത്തിയതും തന്നെ കാറിൽ നിന്ന് പിടിച്ചിറക്കി തന്നോട് സംസാരിച്ചതും വിഷ്ണു ശാലിനിയോട് ദേഷ്യപ്പെട്ടതും ദേഷ്യത്തോടെ അവിടെ നിന്ന് വണ്ടിയും എടുത്ത് പോകുന്നതിനിടയിൽ വണ്ടി മറിഞ്ഞു വീണ് വിഷ്ണു അവിടെ വീണ് ആ കാഴ്ചയും ഒക്കെ കണ്ട് വേദനയോടെ തന്നോട് ദേഷ്യത്തോടെ തന്നെ അവിടുന്ന് ആ ദേഷ്യത്തോടെയും കലിയോടെയും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് വീണ്ടും പുറപ്പെട്ടു പോയ കാര്യങ്ങളൊക്കെ ഓർത്ത് ശാലിനി പൊട്ടിക്കരഞ്ഞു. അപ്പോഴാണ് കളക്ടറേറ്റിൽ ശാലിനിയുടെ വരവും പ്രതീക്ഷിച്ച് സരോജം മെമ്പറും ഹരീഷും വിക്രം എല്ലാം കാത്തു നിന്നത്. അപ്പോഴേക്കും ശാലിനി അവിടേക്ക് വന്നെത്തി. ശാലിനി കാറിൽ നിന്നിറങ്ങി നേരെ കളക്ടറേറ്റിൽ വന്നു കയറുമ്പോ അവിടെ സരോജം മെമ്പറേയും വിക്രയും എല്ലാം കണ്ടതോടെ സന്തോഷത്തോടെ ശാലിനി അരികിലേക്ക് എത്തി. അല്ല, എന്താ എല്ലാരും ഇവിടെ നിൽക്കുന്നത് എന്ന് ശാലിനി അന്വേഷിച്ചപ്പോഴേക്കും സരോജൻ പറഞ്ഞു, മേഡം പറഞ്ഞിരുന്നില്ലേ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് എന്ന് ചോദിച്ചപ്പോ ഏണിംഗ് മെമ്പർ എന്ന് ഹരീഷ് അത് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും അവിടേക്ക് അനുപല്ലവിയും എത്തി. എന്താ അനുപല്ലവി, ആ പ്രോജക്റ്റ് ഇതുവരെയായിട്ടും സൈൻ ചെയ്ത് കൊടുത്തില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഉടനെ അനുപല്ലവി പറഞ്ഞു, അതിന്റെ ഇൻചാർജ് സജി സാറാണല്ലോ, സാറ് അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്, ഇതുവരെയായിട്ടും സൈൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതും എന്താ പ്രശ്നം എന്ന് ശാലിനി അന്വേഷിച്ചു. അപ്പോഴേക്കും വിക്ടർ പറഞ്ഞു, പ്രശ്നം വേറൊന്നുമല്ല മേഡം പറഞ്ഞിരുന്നല്ലോ ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു ഭാവി കിട്ടാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന്. എന്നാ മര്യാദയ്ക്ക് കടലിൽ പോയി ജോലി ചെയ്തിരുന്ന വള്ളത്തെ പോയി ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന പിള്ളേർക്ക് ഇങ്ങനെ ഒരു മോഹമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് മേഡമല്ലേ, എന്നിട്ടിപ്പോ എന്തായി മേഡം? ഇപ്പോ അവന് വേണ്ടത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് 50,000 രൂപ വേണമെന്നാണ് അവൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാർക്ക് പണം കൊടുക്കാനാണെങ്കിൽ ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഒരു പദ്ധതിയും മറ്റുമൊക്കെ ആലോചിച്ച് ഇവിടേക്ക് വരേണ്ട കാര്യമുണ്ടോ? അത് മാത്രമല്ല, ഇനി അയാൾക്ക് മാത്രമാണോ ഈ ഓഫീസിലുള്ള മറ്റ് സ്റ്റാഫുകൾക്കും മറ്റു ഓഫീസർമാർക്കും ഒക്കെ കൊടുക്കണോ? മേഡത്തിനുൾപ്പെടെ അങ്ങനെ പണം എന്തെങ്കിലും തരണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ലല്ലോ. ഇതുപോലെയൊക്കെ പണം തന്നിട്ടാണ് ഇത് ചെയ്യേണ്ടതെങ്കിൽ പിന്നെ എന്തിനാണ് ഇതുപോലെയൊക്കെ ഓരോ പദ്ധതി എന്നും പറഞ്ഞ് ഞങ്ങളുടെ സമയം വെറുതെ മെനക്കെടുത്തുന്നത്? ഞങ്ങൾ ഇവിടെ കയറി ഇറങ്ങി ഞങ്ങളുടെ ചെരുപ്പ് തേയിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോ ഉടനെ സരോജൻ പറഞ്ഞു, വിക്ടറെ നിന്നോടാ പറഞ്ഞത് മിണ്ടാതിരിക്കാൻ എന്ന്. സരോജൻ ദേഷ്യപ്പെട്ടതും ഓ ശരി, ബാക്കിയുള്ള പറയുമ്പോൾ പ്രശ്നമാണല്ലോ, ഞാൻ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ് വിക്ടർ മുഖം കറുപ്പിച്ചപ്പോഴേക്കും പെട്ടെന്ന് ശാലിനി ചോദിച്ചു, അനുപല്ലവി എത്രയും വേഗം ഈ പ്രോജക്റ്റിന്റെ ഫയലുമായിട്ട് സജിയോട് എന്റെ ചേംബറിലേക്ക് വരാൻ പറ എന്ന് ശാലിനി അറിയിച്ചു. ഇപ്പൊ തന്നെ സജി സാറിനോട് ഞാൻ പറയാം മേഡം. അത് മാത്രമല്ല, ഇവരെ എല്ലാരെയും കൂടി ഇപ്പോ ഇക്കാര്യത്തിന് സംസാരിക്കാനായി വിളിക്കേണ്ട ആവശ്യമുണ്ടോ മേഡം? ആദ്യം സാറുമായി സംസാരിച്ചിട്ട് അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് പോരെ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു, പാടില്ല, ഇവരും കൂടി ഉൾപ്പെടുന്ന പ്രോജക്റ്റാണിത്, അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ സുതാര്യമായിരിക്കണം, അതുകൊണ്ട് ഇവരും ആ മീറ്റിംഗിൽ ഉൾപ്പെട്ടിരിക്കണമെന്ന് പറഞ്ഞ് ശാലിനി വേഗം ദേഷ്യത്തോടെ പോകാൻ തുടങ്ങുമ്പോൾ അനുപല്ലവി വേഗം വിക്രമിന് അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? കളക്ടർ മേഡം എന്താ നിങ്ങളുടെ കളിക്കൂട്ടുകാരിയാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുമ്പോ പെട്ടെന്ന് അനുപല്ലവിയെ നോക്കി ശാലിനി വിളിച്ചു, അനു വേഗം ക്യാബിലേക്ക് വരാൻ പറയൂ എന്ന് പറഞ്ഞ് ചേംബറിലേക്ക് വേഗം സജിയോട് വരാൻ പറ എന്ന് പറഞ്ഞ് ശാലിനി അകത്തേക്ക് പോയി. അനുവും പിന്നാലെ പോകുമ്പോഴേക്കും വിക്ടർ ചോദിച്ചു, കണ്ടില്ലേ ഇവരെല്ലാരും ഒറ്റക്കെട്ടാ, അല്ലെങ്കിലും നമ്മളെവിടൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ പെരുമാറൂ എന്ന് ചോദിച്ചതും വേഗം തന്നെ വിക്ടറുടെ അരികിലേക്ക് എത്തി. സരോജൻ പറഞ്ഞു, അതെ വിക്ടറെ, ഇങ്ങനെയാണെങ്കിൽ നീ തൽക്കാലം മീറ്റിംഗിൽ പങ്കെടുക്കണ്ട, നിനക്ക് നാവിന് യാതൊരു ബെല്ലും ബ്രേക്കും ഇല്ലാത്തവനാണ്, അതുകൊണ്ട് തൽക്കാലം നീ വരണ്ട, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചോളാം എന്ന് പറഞ്ഞതും ഹരീഷ് പറഞ്ഞു, ശരിയാ വിക്ടറെ, നീ വരണ്ട, ഞങ്ങൾ തന്നെ സംസാരിച്ചോളാം. അപ്പോഴേക്കും വിക്ടർ ചോദിച്ചു, അപ്പൊ കടപ്പുറത്തെ കാര്യങ്ങൾ ആര് പറയും? ഉടനെ തന്നെ അവിടെ നിന്ന് വേറൊരാൾ അവരുടെ കൂട്ടത്തിലുള്ള മറ്റൊരു മെമ്പർ പറഞ്ഞു, അതെ കടപ്പുറത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചോളാം, അതിനാണല്ലോ ഇപ്പൊ സരോജൻ മെമ്പർ ഉള്ളത്, ഞങ്ങൾ പോയി കാര്യങ്ങൾ സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് അവരെല്ലാരും അകത്തേക്ക് പോകുമ്പോ വിക്ടർ പറഞ്ഞു, അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, കാര്യത്തോടെടുക്കുമ്പോ നമ്മളൊക്കെ കറിവേപ്പില പോലെ പുറത്താക്കപ്പെടുമല്ലോ എന്ന് പറഞ്ഞ് വിക്ടർ അങ്ങനെ ഇരുന്നു. അപ്പോഴാണ് ശാലിനിയുടെ ചേംബറിലേക്ക് അനുപല്ലവി എത്തിയത്. എന്തായാലും ഇതുവരെയായിട്ടും അതിന്റെ ഫയൽ ഇവിടെ എത്തിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അനു പറഞ്ഞു, സജി സാർ പറഞ്ഞത് അതിൽ ഇനി എന്തൊക്കെയോ കാര്യങ്ങൾ കൂടെ റെഡിയാക്കാനുണ്ട്, അതുകൂടെ കഴിഞ്ഞിട്ട് മേഡത്തിന്റെ ചേംബറിലേക്ക് എത്തിക്കാമെന്നാണ് എന്ന് പറയുമ്പോഴേക്കും അവിടേക്ക് സജി എത്തി.
സജിയെ കണ്ടതോടെ ശാലിനി ചോദിച്ചു, എന്താ സജി, ഫാമിലിയൊക്കെ സുഖമായിരിക്കുന്നല്ലോ എന്ന് ചോദിച്ചതും, സുഖമായിരിക്കുന്നു മാഡം. സുഖം എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ സാമ്പത്തിക പരാധീനത ഉണ്ടെന്നാണോ, അതോ നല്ല സാമ്പത്തിക ഭദ്രതയോടെ നന്നായി തന്നെ മുന്നോട്ട് പോകുന്നതെന്നാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഈശ്വരന്റെ കടാക്ഷം കൊണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മാഡം എന്ന് സജി അറിയിച്ചു. അത് കേട്ടതും വീണ്ടും ശാലിനി ചോദിച്ചു, അതെ, നമ്മുടെ നാട്ടിൽ പണ്ടുള്ള ആളുകൾ പറയുമായിരുന്നു, സർക്കാർ ജോലി കിട്ടുമ്പോ പത്മനാഭന്റെ 4 ചക്രം കിട്ടിത്തുടങ്ങി എന്ന്. അന്ന് പറഞ്ഞിരുന്നത് സർക്കാർ ജോലിക്ക് പദവി, സർക്കാർ ജോലി കിട്ടി എന്നുള്ള അഹങ്കാരത്തിലല്ല, മറിച്ച് ശ്രീ പത്മനാഭന്റെ 4 ചക്രം കിട്ടുമോ എന്ന് പറയുന്നത് അവരവരുടെ ജോലിയോടുള്ള ആത്മാർത്ഥത കൂടി കാണിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോ നമ്മുടെ നാട്ടിലും സർക്കാർ ജോലി കിട്ടുമ്പോ പലരും അങ്ങനെയുള്ള ആത്മാർത്ഥതയ്ക്ക് യാതൊരു വിലയും കൊടുക്കാതെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. വർക്ക് ഈസ് വർഷിപ്പ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചതും സജി പറഞ്ഞു, ഉണ്ട് മാഡം. അന്ന് പറഞ്ഞാൽ എന്താ, ജോലി തന്നെയാണ് ഈശ്വര പൂജയെന്ന് അല്ലെ എന്ന് ശാലിനി ചോദിക്കുമ്പോ, മേഡം എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചതും, അല്ല, സജിയുടെ മകൻ കാനഡയിൽ പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്നു, മകള് ബാംഗ്ലൂരിൽ മെഡിസിൻ അല്ലെ എന്ന് ചോദിച്ചതും, അതെ, മേഡം എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ എന്ന് സജി അന്വേഷിക്കുമ്പോ അവിടെ ചേംബറിലേക്ക് സരോജവും മറ്റാളുകളും കൂടി കയറി വന്നു. ഇത് കണ്ടതോടെ സജി പെട്ടെന്ന് അവരെ നോക്കിയിട്ട് പറഞ്ഞു, അതെ, ഇവിടെ ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് നടക്കുകയാണ്, നിങ്ങളെ പുറത്തു നിൽക്കൂ എന്ന് പറയുമ്പോൾ അവര് പോകാനായി തുടങ്ങിയതും പെട്ടെന്ന് ശാലിനി പറഞ്ഞു, ഏയ്, നിങ്ങളെങ്ങും പോകണ്ട, അവിടെ നിൽക്കുക, ഇത് എന്റെ ചേംബറാണ്, അതായത് കളക്ടറുടെ ചേംബർ. ഇവിടെ ഞാനാണ് ഇവിടുത്തെ ഡിസിഷൻ എടുക്കുന്നത്, ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ പറയുന്നതും തീരുമാനിക്കുന്നതും ഞാനായിരിക്കും, അതുകൊണ്ട് തന്നെ മറ്റാരും അക്കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് ശാലിനി പറയുമ്പോൾ, എന്താണ് മേഡം ഇങ്ങനെയൊക്കെ പറയാനും സംസാരിക്കാനുമുള്ള കാരണമെന്ന സംശയത്തിൽ സജി ശാലിനിയെ നോക്കുന്നു.